ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പാപം ചെയ്ത ഒരു സ്ത്രീയെ യഹൂദ പുരോഹിതന്മാരും റബ്ബിമാരും എല്ലാം പിടിച്ചുകൊണ്ട് വരികയാണ്. എന്താണെന്നറിയാമോ? ഈ പാപം ചെയ്ത പെണ്ണിനെ കല്ലെറിഞ്ഞു കൊല്ലണം, അവരെല്ലാം നല്ല നീതിമാന്മാരാണെന്ന് അവർ വിചാരിച്ചു. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഗുരു, ഇവൾ പാപം ചെയ്തിരിക്കുന്നു, ഇങ്ങനെയുള്ളവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് നമ്മുടെ ന്യായപ്രമാണം അനുശാസിക്കുന്നു, നീ എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു കരുണയുള്ളവനാണ്, അവൻ സ്വാഭാവികമായിട്ടും പറയും അവളെ കല്ലെറിയല്ല, പാപം പൊക്കട്ടെ എന്ന് പറയുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ദൈവം നീതിമാനാണ്, മുഖപക്ഷമില്ലാത്തവനാണ്. അവൻ എന്താണ്, അവൾ പാപം ചെയ്ത വഴി അവളെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ല, കൊല്ലുന്നതിന് വിരോധം പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അവളെ കൊല്ലുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ, പുരോഹിതന്മാരും തിരുമേനിമാരും എല്ലാം കല്ലുകൾ താഴെ ഇട്ടിട്ട് മടങ്ങിപ്പോവുകയാണ്. അവർക്കെല്ലാം അവരുടെ പാപത്തെ പറ്റി ബോധം വന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിഞ്ഞിട്ടല്ല നിങ്ങളുടെ പാപത്തെ പറ്റി നിങ്ങൾക്ക് ബോധം വരത്തില്ല. ആ പരിശുദ്ധന്റെ മുഖകാന്തി കണ്ടിട്ടല്ല നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം കണ്ടെത്തുവാനും കഴിയത്തില്ല. അവസാനം സ്ത്രീയും കർത്താവും മാത്രമായിരുന്നപ്പോൾ കർത്താവ് ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവെ, ആരും എന്നെ കുറ്റം വിധിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക, മേലിൽ പാപം ചെയ്യില്ല. നോക്ക് പ്രിയപ്പെട്ട, ആ നിമിഷം വരെയുള്ള സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് സമാധാനം നൽകി തരുന്ന ഈ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഞാനും പാപിയിൽ ഒന്നാമനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യനേക്കാളും മ്ലേച്ഛനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചത് വഴി ഞാനിന്ന് സമാധാനം കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഞാനിന്നെന്താണ്, ശുദ്ധമായിരിക്കുന്ന മനസാക്ഷിയുള്ളവനായിട്ട് തീർന്നിരിക്കുന്നു. ആകയാൽ ആ ക്രൂസിലേക്ക് നോക്കിക്കേ, അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടതിന്റെ ഉത്തരവാദി നീയാണ്. നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് അവൻ ഏറ്റത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അടിയേറ്റ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ദണ്ഡനമേറ്റ്, ഇതാ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ്, മനുഷ്യരുടെ നിന്നയേറ്റ്, രണ്ട് കള്ളന്മാരുടെ മധ്യവൻ മൂന്നാണിമേല് ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് ആ യെരുശലേമിൽ ഗോൽഗോഥ മലമുകളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം എന്താണ്? ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി, നിനക്ക് പകരക്കാരനായിട്ട് മരിച്ച ഈ യേശു ക്രിസ്തു ആകുന്നു. പാപിയായിരിക്കും നിനക്ക് വേണ്ടി, പാപമില്ലാത്തവൻ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു. ഇവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അവനൊരു പാപിയായിരിക്കുന്ന മനുഷ്യനെ പോലെ ക്രൂശിൽ തൂക്കിക്കിടക്കുകയാണ്. പാപമില്ലാത്തവൻ നമ്മുടെ പാപമേറ്റുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുകയാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രമാണ് നിന്റെ ഏകരക്ഷകൻ. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ മാത്രമാണ് നിന്റെ സമാധാനം. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ മാത്രമാണ് നിന്റെ നിത്യമായിരിക്കുന്ന സന്തോഷം. പ്രിയപ്പെട്ടവരെ, ആകയാൽ ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലി 2000 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി നമ്മുടെ പാപപരിഹാരം അവിടെ നിവർത്തിച്ചതാണ്. എന്നിട്ട് നിങ്ങൾ ഇന്നും പാപികളായിട്ട് തുടരുന്നുവെങ്കിൽ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ചില്ല. അവൻ സ്വർഗം വിട്ട, പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം ഞാൻ 2 മിനിറ്റ് കൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാരുടെ ആരാധനകളും പിതാവായ ദൈവത്തിന്റെ മടിത്തട്ടിൽ ഇരുന്നവന്, ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നവൻ, പ്രിയപ്പെട്ട ദൈവം എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായി വന്നതല്ല, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല. അവൻ ആരംഭമില്ല, അവസാനമില്ല.